മാത്യു 13:52. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യം. ഓരോ മർമ്മങ്ങളും വചനത്തിൽ കൂടെ കടന്നു വരുമ്പം ദൈവം നമ്മളോട് സംസാരിക്കുക തന്നെയാണ്. ഓരോ വാക്യങ്ങൾക്കും, വേദപുസ്തകത്തിലെ വാക്യങ്ങൾക്ക് അഗാധമായ മീനിങ്ങാണ്. ദൈവം നമ്മളെ ഓരോ സമയം ഘട്ടം ഘട്ടമായിട്ട് പഠിപ്പിച്ചെടുക്കും. ഇന്നലെ പറഞ്ഞ വാക്യത്തിന് ഇന്ന് കേൾക്കുമ്പോൾ വേറെ മീനിങ് തരും. കാരണം ഗോഡ്സ് വേർഡ് ഈസ് ലിവിങ്. ഇതിന് പല ഡിമെൻഷൻസ് ഉണ്ട്. അതൊരു ഡയമണ്ടിൻ്റെ പല സൈഡിൽ കൂടെ നോക്കുന്ന പോലെ. അങ്ങനെ ഒരു വാക്യമാണ് ഇത്. നമ്മൾ 13:52. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. ഇതൊരു വിശാലമായ ഒരു കാര്യമാണ് യേശു പറയുന്നത്. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്ന് ചോദിച്ചിട്ടാണ്. അന്നതിന് അവൻ ഉവ്വ് എന്ന് പറഞ്ഞിട്ട്, എല്ലാം ഞാനീ പറഞ്ഞതൊക്കെ നിങ്ങൾ ഗ്രഹിച്ചോ എന്ന് യേശു ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? സ്വർഗരാജ്യത്തിനെ കുറിച്ച്. സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും, ശാസ്ത്രി എന്ന് പറഞ്ഞാൽ പണ്ഡിതനാണ്, തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു. ഒരു വീട്ടുടയവൻ, കാര്യസ്ഥൻ അല്ലെ വീട്ടിൻ്റെ ഉടമസ്ഥൻ അധികാരത്തോടെ ഭരിക്കുന്ന ഒരു വീട്ടിൽ ഒന്നിനും കുറവില്ല. അത് നമ്മൾക്ക് ആ വീട്ടിലെ ഉടമസ്ഥനെ കാണുമ്പോൾ അറിയാം. പണ്ട് തറവാട്ടിലൊക്കെ ചെല്ലുമ്പോൾ അപ്പൻ, വല്യപ്പച്ചന്മാർ ഒരു ചാരി കസേരയിൽ അവർ കാല് പൊക്കി അവിടെ ഇരിക്കുന്നതാണ്. അവരുടെ കൂടെ ഒരാൾ നിൽക്കും. ആ വ്യക്തിയാണ് ആ വീട്ടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് ചെയ്യുന്നത്. ഒരു കാര്യസ്ഥനായിട്ടുണ്ട്. പക്ഷേ എല്ലാം ഈ അപ്പച്ചൻ്റെ നിയന്ത്രണത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അത് വീട്ടിൽ എന്തെല്ലാം ഉണ്ടെന്നത് അവർക്കറിയാൻ ഒക്കും. അതൊരു വലിയ ഉന്നത പദവി തന്നെയാണ്. പക്ഷേ ഇത് പറയുന്നത് സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിൽ പഴയതും പുതിയതിനും വിലയുണ്ട് എന്നൊരർത്ഥം കൂടെ ഇതിന് വരുന്നുണ്ട്. ഭർത്താവ് പറയുന്നത് എന്തുവാ? നല്ല വിത്ത് വിതയ്ക്കുന്ന മനുഷ്യൻ, അത് യേശുക്രിസ്തുവാണ്. ആ നല്ല വിത്ത് വിതച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് എല്ലായിടത്തും വിതയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ വിത്ത് വിതയ്ക്കുന്നതിനെക്കുറിച്ച് വായിക്കുമ്പോൾ ഈ വിത്ത് ചിലയിടത്ത് വരുമ്പോൾ ഇടുന്നില്ല എന്ന് യേശു പറയുന്നില്ല. അത് തന്നെ വല്ലാതെ ടച്ച് ചെയ്തു. കാരണം എൻ്റെ കയ്യിൽ ഒരു ചാക്ക് നിറച്ച് വിത്തും കൊണ്ട് ഞാൻ നടക്കുകയാണ്. പക്ഷേ ഇവിടെ അറിഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് യേശു മാറുന്നില്ല. അവിടെ ഒന്ന് വായിക്കാം. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലിനരികെ ഇരുന്നു. വളരെ പുരുഷാരെ അവൻ്റെ അടുക്കൽ വന്നു കൂടുന്നത് കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരെ എല്ലാം കരയിലിരുന്നു. അവരിയ്ക്കുകയാണ്. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചു. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. വഴിയരികെ കുറച്ച് വിത്ത് വീണു. അത് വേണ്ടെന്ന് പറയുന്നില്ല. വീണോട്ടെ അത് കിളുക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ദൈവം വിചാരിച്ചു വീണോട്ടെ. വിതയ്ക്കുന്നു. വഴിയരികെ ചിലത് വീണു. അത് പറവകൾ വന്നത് തിന്നുകളഞ്ഞു. ചിലത് പാറ സ്ഥലത്ത്, ഏറെ മണ്ണില്ലാത്ത സ്ഥലത്ത് വീണു. അവിടെ വീണോട്ടെന്ന് വിചാരിക്കുകയാണ്. നമ്മളാണ് വിധിക്കും. അവൻ്റെ അവിടെ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ദൈവം അത് ചെയ്യുന്നില്ല. മണ്ണിന് താഴ്ചയില്ലാകിയാൽ ക്ഷണത്തിൽ മുളച്ച് വന്നിട്ട് അത് കരിഞ്ഞുപോയി. സൂര്യൻ ഉദിച്ചാരെ ചൂട് തട്ടി വേറില്ലാകിയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റ് ചിലത് മുള്ളിനിടയിൽ വീണു. അത് മുള്ളു മുളച്ചു വളർന്നു, അതിനെ ഞെരുക്കിക്കളഞ്ഞു. അവിടെയും പ്രശ്നം. അതും വീഴണ്ടെന്ന് വിചാരിച്ചില്ല. മുള്ളിൻ്റെ ഇടയ്ക്കാണേലും വീഴട്ടെ എന്ന് വിചാരിച്ചു. മറ്റ് ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവ് വിത്ത് വിതയ്ക്കുന്നവനായിട്ട് ഇറങ്ങുമ്പോൾ വിത്ത് ചിലയിടത്ത് ഇടണ്ട, ഇവിടെ കിളുക്കത്തില്ല എന്ന് ദൈവം പറയുന്നില്ല. എല്ലായിടത്തും എറിയുകയാണ്. അങ്ങനെയാണോ നമ്മളൊക്കെ ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ട് ചിലപ്പോൾ നമ്മൾ മണ്ടത്തരം കാണിക്കാറില്ലേ? ആ മണ്ടത്തരം കാണിച്ചത് തന്നെ നമ്മൾ ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നമ്മുടെ സ്വഭാവമാണ്. എത്രയോ നല്ല കാര്യങ്ങൾ അവർ ചെയ്ത് അത് ചിന്തിക്കത്തില്ല. അങ്ങനെയാണ്. ഇന്ന് വരെ സ്നേഹമായിട്ടിരുന്ന ഒരു വ്യക്തി ഒരു ദിവസം ദേഷ്യപ്പെട്ടാൽ പിന്നെ നമുക്ക് ആ വ്യക്തിയെ കണ്ടുകൂടാ. കാരണം ഇന്ന് വരെ സ്നേഹിച്ചത് അങ്ങ് മറക്കും. നന്മ ചെയ്യുന്നത് നമ്മൾ വേഗം മറക്കും. തിന്മയായിട്ടുള്ളത് ഓർത്തുമിരിക്കും. യേശു അങ്ങനെയല്ല ചെയ്തത്. ഇവൻ നല്ലവനോ നല്ല സ്ഥലമോ ചീത്തയാണെന്നോ ഒന്നും ദൈവം ചിന്തിച്ചില്ല. എല്ലായിടത്തോട്ടും വിത്തെറിഞ്ഞു പോവുകയാണ്. ആദ്യം വീണത് വഴിയോരത്ത്. ആ വിത്ത് വീണിടത്ത്
പറവകൾ വന്ന് ജീവിച്ചു. നമ്മൾ പറയില്ലേ പറവകൾ വന്ന്, നമ്മൾ നടുന്ന വൃക്ഷങ്ങളൊക്കെ പറവകൾ വന്ന് കഴിച്ചുകൊണ്ട് പോകും. അവരും ജീവിക്കട്ടെ എന്ന് പറയുന്നതിന് വരെ പറവകളെ കൊല്ലാൻ നമ്മൾ നടക്കുന്നോ? ഇല്ല. ടു സം എക്സ്റ്റെൻറ്റ് ദാറ്റ്സ് എ ഗുഡ് തിങ്. പറവകൾ വന്ന് കഴിച്ചുകൊണ്ട് പോകും. രണ്ടാമത്തേത് വീണത് എവിടെയാണ്? രണ്ടാമത്തേത് വീണത് വഴിയരികെ, അല്ല ആദ്യത്തേത് വഴിയല്ല, പാറയുടെ പുറത്ത്. പാറപ്പുറത്ത് വിത്ത് വീഴേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ അവിടെയും ദൈവം ഇട്ടു. ആ വിത്തുകൾ കുറച്ചൊന്ന് കിളുത്ത്, പക്ഷേ ആഴമില്ലാത്തതിനാൽ അതും പോയി. പിന്നെ മുള്ളിൻ്റെ ഇടയ്ക്ക് അവിടെയും വിത്ത് വീഴുകയാണ്. ഈ വിത്ത് വീഴാതിരിക്കാൻ ദൈവത്തിന് വേണേൽ ചെയ്യാമായിരുന്നു, പക്ഷേ വിത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ആളുകളെ നോക്കിക്കൊണ്ടല്ല വിത്തിടേണ്ടത്. വിത്തിട്ടുകൊണ്ടേയിരിക്കുക, വിത്ത് കൊട്ടേയിരിക്കുക. എപ്പോഴാണ് ഇത് നല്ല നിലമാകുന്നത്, എപ്പോഴാണ് ഇത് ഉഴുതുമറിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ. എപ്പോഴാണ് ഈ മുള്ളും പറക്കാരെ ഒരാൾ വെട്ടി മാറ്റി വെച്ച് ഇത് നല്ല നിലമാക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ കയ്യിൽ. അപ്പോൾ എത്ര മേനി വളരണം എന്നുള്ളത് മണ്ണിൻ്റെ ഗുണമാണ്, വിത്തിൻ്റെ ഗുണമാണ്. നല്ല വിത്ത് നല്ല സ്ഥലത്ത് വീണപ്പോൾ അത് 100 മേനിയായിട്ടും 30 മേനിയായിട്ടും 60 മേനിയായിട്ടും വളർന്നു. അതിന് വിളവ് തന്നു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതാണ് സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പം ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന്. എന്നിട്ട് ഈ പറഞ്ഞത് കർത്താവ് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ദൈവം പറയുന്നു, അതിനകത്തൊരു വാക്യമുണ്ട്, ഇവർ ശിഷ്യന്മാർ ചോദിക്കുന്നു ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തുവാന്ന്. അപ്പോൾ യേശു പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും. അതുകൊണ്ടേ അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെ ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. അതായത് ഉള്ളവന് കൂടുതൽ കൊടുക്കുമെന്ന് പറയും, ഇല്ലാത്തവനെ എടുത്തു മാറ്റുന്നത്. 1 താലന്ത് കൊടുത്തവൻ കുഴിച്ചിട്ടു. 1 താലന്തുള്ളവൻ കുഴിച്ചിട്ടപ്പോൾ അവൻ്റെ 1 താലന്ത് അവൻ ഉപയോഗിച്ചില്ല. അവൻ്റെ യജമാനനെ ദുഷ്ടനും കഠിന ഹൃദയമുള്ളവനായിട്ട് കണ്ടിട്ടാണ് കൊണ്ട് കുഴിച്ചിട്ടത്. അത് തിരിച്ചു വരുമ്പോൾ എടുത്തു കൊടുക്കാമെന്നും പറഞ്ഞു. അവനതിൽ പ്രയത്നിച്ചേയില്ല. ഇതുപോലെയല്ലേ പല കാര്യങ്ങളും. ദൈവം നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തരാൻ കൈനീട്ടി നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. ഒരു പ്രായം വരെയും നമ്മുടെ ഇഷ്ടത്തിനല്ലാതെ ദൈവ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുക്കത്തില്ല നമ്മളെ. എന്നിട്ട് സ്ട്രഗിൾ ചെയ്ത് അവസാനം ജഡം മുഴുവനും ഇല്ലാതാകുമ്പോൾ അന്നേരം നിലവിളിക്കും, അയ്യോ ദൈവമേ എന്നെ സഹായിക്കും. അന്നേരം ഓടി വന്ന് നമ്മളെ സ്നേഹിച്ച് നേർവഴിക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവം. എന്താണേലും നിലം ശരിയാക്കാതെ ഒന്നും നടക്കത്തില്ല, വിത്ത് നല്ലതാകാതെ ഒന്നും നടക്കത്തില്ല. ദൈവം നമുക്ക് നല്ല വിത്തിനെ തന്നിരിക്കുകയാണ്. ഈ നല്ല വിത്ത് നല്ല നിലത്ത് തന്നെ വീഴണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഉഴുതുമറിക്കാത്ത സ്ഥലമാണെങ്കിൽ മുള്ളും പറക്കാരെ ഉണ്ടാകും. പാറയാണെങ്കിൽ അവിടെ വിത്തിട്ടിട്ടൊന്നും കാര്യമില്ലെന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നല്ല സ്ഥലം തന്നെ കാണിച്ചത്. നമ്മുടെ അടുത്ത തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാ കടന്നു ചെന്നിട്ട് അവരുടെ കല്ലുപോലുള്ള ഹൃദയം മാറ്റി മാംസള ഹൃദയമാക്കാമെന്ന് ജെറമയ നീ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് 36. കർത്താവ് പറയുന്നത്, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. ഞാൻ അവരുടെ കല്ലായുള്ള ഹൃദയം മാറ്റി മാംസള ഹൃദയമാക്കും. വാഗ്ദത്തങ്ങളാണ്. ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. എപ്പോഴാണ് നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് വിത്താണ്. ഈ വിത്ത് ഒരെണ്ണമെങ്കിലും ഇവരുടെ നല്ല സ്ഥലത്ത് വീഴായിരിക്കത്തില്ല. ഇത് എറിഞ്ഞുകൊണ്ടിരിക്കുക, ഇത് എറിയുകയാണ്. കണ്ടിട്ടുണ്ട് ഈ കറിവേപ്പ് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കറിവേപ്പ്? എൻ്റെ വീട്ടിൽ ഞാൻ ഒരെണ്ണം പോലും ഒന്നങ്ങാണ്ട് നട്ടിട്ടുണ്ട്. പക്ഷെ നടാത്ത ഒരു 5-8 കിളുത്ത് വന്നിട്ടുണ്ട്. എങ്ങനെ വരുന്നു, എവിടുന്ന് വന്നു? നല്ല സ്ഥലമായതുകൊണ്ട് ഇവിടെയെല്ലാം കിളുത്ത് നിൽപ്പുണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ആരോ കിളികൾ കൊണ്ടുവന്നിട്ടേച്ചു പോയ വിത്തുകൾ. നമ്മളിലുള്ള വിത്ത് നമ്മൾ കൊടുക്കാതിരിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ ഇറങ്ങി തിരിക്കുവീൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുകയാണ്, നമ്മൾ പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും എടുത്തു കൊടുക്കണം. അതിനകത്തൊരു വാക്യം ഈ 44 പറയുന്നു, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. ഇതിന് വില കൊടുക്കണം. അതൊരു മനുഷ്യൻ കണ്ട് മറിച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി. അവനൊരു നിധി അത് കണ്ടു. ഞാൻ സ്വർഗരാജ്യം അല്ല രക്ഷ എനിക്ക് കിട്ടിയ വ്യക്തി, ദൈവത്തോടുള്ള ബന്ധം എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി ബാക്കി എല്ലാത്തിനും വില കൊടുക്കുന്നില്ല. അത് പോയിട്ട് തൻ്റെ സന്തോഷത്തിന് തനിക്കുള്ളതൊക്കെ വിറ്റിട്ട് ആ വയൽ
ആ നിധിയുള്ള വയൽ അയാൾ വാങ്ങിച്ചെടുക്കുക. അടുത്ത വാക്യത്തിൽ പറയും 45 പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. വലിയൊരു വിലപിടിപ്പുള്ള മുത്ത്. ഇത് സ്വർഗരാജ്യത്തിൻ്റെ മഹത്വമാണ്. അത് കർത്താവ് പറയുന്നു, സ്വർഗരാജ്യം കടലിലിടുന്ന എല്ലാ വക മീനും പിടിക്കുന്ന വയലിനോട് സദൃശ്യം. അവളെല്ലാം പിടിച്ചെടുക്കും, പക്ഷെ വേണ്ടാത്തതിനെ പിടിച്ച് ദൂരക്കളയും. അപ്പം ദൈവം നമ്മളെ അങ്ങേയറ്റം തൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളാക്കി വെച്ചിരിക്കുമ്പം അവന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവവചനം അറിയുന്നവരാണെങ്കിൽ ദൈവം ഇന്ന് നമുക്കൊരു വാഗ്ദത്തം ചെയ്യുകയാണ്. ഏത് വിശ്വസ്തനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന്. അപ്പോൾ പിന്നെ നിക്ഷേപങ്ങൾ പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും ദൈവം നമുക്ക് കാതലായിട്ട് നമുക്ക് തരികയാണ്. ഒന്നില്ലാതെ ഒന്നുണ്ടല്ലോ. പഴയ നിയമം ആരും പറഞ്ഞേക്കല്ലേ, പഴയ നിയമം ഇല്ല, അതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. അതിനകത്തെ പ്രിൻസിപ്പിൾസ് നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ഫൗണ്ടേഷനാണ്. പുതിയ നിയമം ക്രിസ്തുവിൻ്റെ പ്രവർത്തനമാണ്. പിന്നെ അപ്പോസ്തല പ്രവൃത്തിയോട്ട് കർത്താവിൻ്റെ അതിശയങ്ങൾ നടക്കുന്ന കാലമാണ്. പിന്നെ വചനങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. പിന്നെ വെളിപ്പാടെന്ന് പറയുമ്പം ദൈവത്തിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും കാണിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടവരാണ്. ഏത് വേണമെന്നല്ല, എല്ലാം അറിഞ്ഞിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതിനൊക്കെ ഉള്ള വചനം ഇതിനകത്ത് എഴുതി. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടിയപ്പം അറിയേണ്ട സകല കാര്യങ്ങളും ഈ വേദപുസ്തകത്തിലുണ്ട്. ഇനി ഒരു അന്യഗ്രഹ ജീവി വന്നിട്ട് നമ്മളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് നമ്മളെ ബുദ്ധി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഉള്ളത് പഠിച്ചെടുത്ത് ഉറച്ചു നിൽക്കാൻ. ദ പവർ ഓഫ് കൺസിസ്റ്റൻസി, അതായത് ദൈവത്തിൻ്റെ വിത്തിന് മാറ്റമില്ല. അത് 100 മേനിയായിട്ട് കളിപ്പിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, സ്വർഗരാജ്യം വിത്തുകൾ വിതയ്ക്കുന്ന ഒരു ഉടമസ്ഥനോട്, മുത്തുകളെ കണ്ടിട്ട് വിലപിടിപ്പുള്ളതെന്ന് മനസ്സിലാക്കി വാങ്ങിച്ചവനോട്, വയലിൽ നിധി കണ്ടിട്ട് ആ നിധിയുള്ള സ്ഥലം മുഴുവൻ വാങ്ങിച്ചവനോട്, വെള്ളത്തിലേക്ക് വലയെറിഞ്ഞിട്ട് അതിൽ ധാരാളം മീനുകളെ പിടിക്കുന്നവൻ, നല്ലത് തിരഞ്ഞെടുക്കും, ചീത്തയാതെ എടുത്തു കളയും. അഴുക്ക് എടുത്ത് കളയേണ്ട ആവശ്യമില്ലെങ്കിൽ എടുത്ത് കളയും. അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പം നമ്മുടെ വലയിൽ പലതും കയറി വരും. ആവശ്യമുള്ളത് മാത്രം ഏറ്റെടുത്തിട്ട് മറ്റത് കളയാൻ വേണ്ടാത്ത ചിന്തകൾ ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തിലോ തൊട്ടുപോയേക്കല്ലേ. ദൈവത്തിൻ്റെ വേലി ഞങ്ങൾക്ക് ചുറ്റും കെട്ടിത്തരണം. നീ അതിൻ്റെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞങ്ങൾ ഇടപെടരുത്. എൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ നിൽക്കണേ അപ്പച്ച. അതിനിറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കാൻ കടന്നു വരുമ്പോൾ നിൻ്റെ സാന്നിധ്യം, നിൻ്റെ വിശ്വസ്തത, നിൻ്റെ ആ മഹത്വത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. നിനക്ക് വേദന ഉണ്ടാക്കുന്ന ഒന്നും ഞാനും എൻ്റെ കുടുംബം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ചെയ്യാനിടയാകരുത്. അറിവില്ലായ്മയിൽ അവരെന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. അവിടെയൊക്കെ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ കൃപ അയച്ചിട്ട് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ നീ അവരെ സൂക്ഷിച്ച് നേർവഴിക്ക് കൊണ്ടുവരും. കർത്താവേ, നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന യെശയ്യാ 59:21, ഞാൻ നിൻ്റെ വായിൽ തന്നിരിക്കുന്ന എൻ്റെ വചനം, നിൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നിൻ്റെ വായിൽ നിന്ന്, നിൻ്റെ സന്തതിയുടെ വായിൽ നിന്ന്, നിൻ്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്ന് ഒരു നാളും മാറിപ്പോയില്ല. ദസ് സെയ്സ് ദ ലോർഡ്. അങ്ങനെ ദൈവം പറയുന്നു. അങ്ങനെ തന്നെ പ്രാപിച്ചെടുക്കട്ടെ. അനേക കുടുംബങ്ങൾക്ക് ഇത് വെളിച്ചമായി മാറട്ടെ. പ്രകാശമാകുന്ന ദൈവം ഇരുട്ടിൽ വെളിച്ചം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.